ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ അടുത്ത സെക്ഷനിലോട്ടാണ് പോകുന്നത്. സെറ്റ് എന്നുള്ളൊരു സെക്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. അതായത് മാത്തമാറ്റിക്കൽ ലോജിക്കും അതിൻ്റെ കൂടെ സെറ്റ് ആൻഡ് സെറ്റ് തിയറിയുമാണ്. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത സെക്ഷനാണ് അടുത്ത മോഡ്യൂളാണ്. അത് പറയുന്നത് ബൂളിയൻ ഓൾജിബ്രയെ കുറിച്ചാണ്. എന്താണ് ബൂളിയൻ ഓൾജിബ്ര, എന്തൊക്കെയാണ് ബൂളിയൻ ഓൾജിബ്രയുടെ പ്രോപ്പർട്ടീസ്, പിന്നെ ഡി മോർഗൻസ് ലോ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു മോഡ്യൂളിൽ പറയുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ് ബൂളിയൻ ഓൾജിബ്ര എന്താണ് എന്ന് നമുക്ക് പറയാം. അതിനുശേഷം പ്രോപ്പർട്ടീസ് പറയാം, പിന്നെ ഡി മോർഗൻസ് ലോയിലോട്ടൊക്കെ കടക്കാം. ഡി മോർഗൻസ് ലോ ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഞാൻ സെറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, മാത്തമാറ്റിക്കൽ ലോജിക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. എങ്കിൽ കൂടിയും നമുക്ക് ഇവിടെയും പറയാം. അപ്പോൾ എന്താണ് ബൂളിയൻ ഓൾജിബ്ര, അതാണ് അറിയേണ്ടത്. എന്താണ് ബൂളിയൻ ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ? Boolean algebra is used to analysis and the digital circuit. It uses only the binary numbers 0 and 1. It is also called as binary algebra or logical algebra. ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുമ്പോൾ അതിന് വേറെ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ബൈനറി ഓൾജിബ്ര എന്നും ലോജിക്കൽ ഓൾജിബ്ര എന്നും പറയാം. ശരിക്കും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പേര് ബൂളിയൻ ഓൾജിബ്രയാണ്. അപ്പോൾ ബൂളിയൻ ഓൾജിബ്ര എന്ന് പറഞ്ഞാലും ബൈനറി ഓൾജിബ്ര എന്ന് പറയുന്നതും ലോജിക്കൽ ഓൾജിബ്ര എന്ന് പറയും എല്ലാം സെയിമാണ്. അപ്പോൾ ഈ ബൂളിയൻ ഓൾജിബ്ര എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ബൂളിയൻ ഓൾജിബ്ര യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സർക്യൂട്ടിനെ അനാലിസിസ് നടത്താനാണ്. ഡിജിറ്റൽ സർക്യൂട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗേറ്റ്സിൻ്റെ ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ കണക്ഷൻസാണ് ഡിജിറ്റൽ സർക്യൂട്ട്സ്. ഇപ്പോൾ ഗേറ്റ്സൊക്കെ അറിയുന്നുണ്ടായിരിക്കും, നാൻഡ്, ഓർ ഗേറ്റ്സ്, നോർ ഗേറ്റ്സ്, അങ്ങനെ കുറേ ഗേറ്റ്സുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് ഗേറ്റ്സുകൾ. അങ്ങനെയുള്ള ഈ ഓരോ സർക്യൂട്ട്സിനെ കുറിച്ച് അനാലിസിസ് നടത്താനാണ് ബൂളിയൻ ഓൾജിബ്ര യൂസ് ചെയ്യുന്നത്. ഇതിൽ ഈ ബൂളിയൻ ഓൾജിബ്ര അനാലിസിസ് ചെയ്യുന്ന, അതായത് ഡിജിറ്റൽ സർക്യൂട്ടിൻ്റെ അനാലിസിസ് നടത്തുന്നുണ്ട് പറയുന്നത്. ഈ അനാലിസിസ് നടത്തുന്ന ഈ കാര്യങ്ങളിൽ വെറും 0യും 1ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഒരു ഇൻഫർമേഷൻ ഉണ്ടാവില്ല. 0, 1 മാത്രം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല, ഫുള്ള് സീറോസും കുറേ ഫണ്ട്സും മാത്രമേ ഉണ്ടാവുള്ളൂ. 0യും 1ഉം ആണ് നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ ഭാഷയായ ബൈനറി ഭാഷ എന്ന് പറയുന്നത് 0യും 1ഉം മാത്രമാണ്. അതുകൊണ്ട് തന്നെ 0യും 1ഉം മാത്രമുള്ള ബൈനറി വാല്യൂസിനെ അനലൈസ് ചെയ്യാൻ വളരെയധികം ഡിഫിക്കൽട്ടാണ്. പക്ഷേ അതിനുള്ള ഒരുപാട് മെത്തഡുകൾ ഇപ്പോൾ ഉണ്ട് താനും. അപ്പോൾ ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുന്നത് ഈ അനാലിസിസാണ്. ഇതിന് നമ്പേഴ്സ് 0യും 1ഉം മാത്രമേ ഉൾക്കൊള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ബൈനറി ഓൾജിബ്ര എന്ന് പറയാൻ കാരണം. 0യും 1ഉം മാത്രം ഉൾക്കൊണ്ടത് കൊണ്ടാണ് ബൈനറി ഓൾജിബ്ര എന്ന് പറയുന്നത്. ലോജിക്കൽ വാല്യൂസ് ആയതുകൊണ്ടാണ് ലോജിക്കൽ ഓൾജിബ്ര എന്നുള്ള ഒരു പേരും കൂടി വന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ബൂളിയൻ ഓൾജിബ്ര എന്ന് പറഞ്ഞ ഡിജിറ്റൽ സർക്യൂട്ടിൻ്റെ അനാലിസിസ് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ ബൈനറി നമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. മറ്റ് രണ്ട് തരത്തിൽ പറയാം, ബൈനറി ഓൾജിബ്ര എന്നും ലോജിക്കൽ ഓൾജിബ്ര എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഇനി പറയുന്നത് ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചത് ജോർജ് ബൂളാണ്. ജോർജ് ബൂൾ 1854, ഒരുപാട് വർഷങ്ങളായി, 1854 ബൂളിയൻ ഓൾജിബ്ര എന്നുള്ള കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ബൂളിയൻ ഓൾജിബ്രയിൽ വരുന്നത് എന്നുള്ള കാര്യമാണ്. ബൂളിയൻ ഓൾജിബ്ര ഈസ് ആൻ ഓർഡേർഡ് ക്വാർട്ടപ്പിൾ. അതായത് 4 ഓപ്പറേറ്റേഴ്സാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. ഒന്ന് ഇൻറ്റു, അതായത് മൾട്ടിപ്ലിക്കേഷൻ പറയുന്ന ഇൻറ്റു, പ്ലസ്, ഡോട്ട്, പിന്നെ കോംപ്ലിമെൻറ്റ്. അങ്ങനെ 4 എണ്ണമാണ് ബൂളിയൻ ഓൾജിബ്രയിൽ പറയുന്ന ക്വാർട്ടപ്പിളായ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് കണ്ടിട്ടുണ്ടാവുന്നത് മെൻഷൻ ചെയ്യുന്നത് ഇതാണ്, പ്ലസ്, ഇൻറ്റു, ഡോട്ട്, കോംപ്ലിമെൻറ്റ്. Where set S is a non-empty set, plus and dot are 2 binary operations on S, and dash is a unary operation on S. എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 ഓപ്പറേഷൻസ് തന്നതിൽ പ്ലസ്സും പിന്നെ ഡോട്ടും
ബൈനറി ഓപ്പറേഷനാണ്. അത് നമുക്കറിയാം, രണ്ട് ഓപ്പറേറ്റേഴ്സിനെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന ഓപ്പറേഷനാണ് പ്ലസ് ആയാലും ഇൻറ്റു ആയാലും, പ്ലസ് ആയാലും ഡോട്ട് ആയാലും. രണ്ടും തന്നെ ഇതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അതേസമയം കോംപ്ലിമെൻറ്റ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണറി ഓപ്പറേറ്ററാണ്. ഒരു ഓപ്പറേഷനിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയും. പ്ലസ് ഇൻറ്റു ഡോട്ട് ഒക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതൊക്കെയാണ് അവിടെ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ഫസ്റ്റിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് സെറ്റിനെ നോട്ട് ചെയ്യാനുള്ളതാണ്. അവിടെ എസ് എന്ന് എഴുതിയെങ്കിലും പോയിട്ട് നിങ്ങൾ എക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ ഫസ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ ഓപ്പറേഷൻ പറഞ്ഞാൽ പ്ലസ് ഡോട്ട് കോംപ്ലിമെൻറ്റ്, പ്ലസും ഡോട്ടും കോംപ്ലിമെൻറ്റ്, അങ്ങനെ മൂന്നെണ്ണമാണ് ഫസ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. സെറ്റാണ്, സെറ്റിനെയാണ് എക്സ് എന്നുള്ള വാല്യൂവിൽ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എക്സ് ആണ്, എസ് എന്ന് മാറി എഴുതിയതാണ് എക്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് എഴുതുമ്പോൾ എഴുതേണ്ടത്. എസിൻ്റെ സ്ഥാനത്തൊക്കെ എക്സ് ആണ് എഴുതേണ്ടത്. ഞാൻ എസ് എന്നുള്ളതിൽ മാറി എഴുതിപ്പോയതാണ്. ഓവർ സെറ്റ് എക്സ് ഈസ് എ നോൺ എംപ്റ്റി സെറ്റ് പ്ലസ് ആൻഡ് ഡോട്ട് ആർ ടു ഓപ്പറേറ്റർ. ഇതിൽ പ്ലസും ഡോട്ടും എന്താണ് ബൈനറി ഓപ്പറേറ്ററാണ്. അതേസമയം കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് യൂണറി ഓപ്പറേറ്ററാണ്. നമുക്ക് പ്ലസ് എന്നുള്ള വാല്യൂ ചെയ്യണമെങ്കിൽ ഇവിടെയും ഇവിടെ രണ്ട് വാല്യൂ വേണം. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ബൈനറി ഓപ്പറേറ്ററാണ്. ഡോട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെയും രണ്ട് വാല്യൂ വേണം. അതുകൊണ്ട് അതും ബൈനറി ഓപ്പറേറ്ററാണ്. അതേസമയം കോംപ്ലിമെൻ്റ് പറയാൻ ഒറ്റ വാല്യൂ മതി. അതുകൊണ്ട് തന്നെ ഒരു യൂണറി ഓപ്പറേറ്ററാണ്. ഇത്രയാണ് അതിൽ പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഏതൊക്കെ കണ്ടീഷൻസാണ് ഈ ഒരു ഓപ്പറേറ്റേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതുകൂടി നമുക്ക് നോക്കാം. പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. മൂന്നാമത്തത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. നാലാമത്തത് കോംപ്ലിമെൻ്റ് ആണ്. ഇങ്ങനെ 4 പ്രോപ്പർട്ടീസാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് നമ്മൾ പറയുന്നത് ഈ ഓപ്പറേറ്റേഴ്സ്. ഫസ്റ്റത്തെ നോക്കൂ, പ്രോപ്പർട്ടീസ്. പ്ലസ് ആൻഡ് ഡോട്ട് ആർ കമ്മ്യൂട്ടേറ്റീവ്. ബൈനറി ഓപ്പറേറ്ററാണ് പറയുന്നത് ആദ്യം, പിന്നെയാണ് യൂണറി ഓപ്പറേറ്റർ. അപ്പോൾ ആദ്യത്തെ ബൈനറി ഓപ്പറേറ്ററാണ് പറയുന്നതെങ്കിൽ ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പ്ലസും ഡോട്ടുമാണ്. പ്ലസും ഡോട്ടും കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്നാണ്. അതായത് കമ്മ്യൂട്ടേറ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞാൽ എൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഞാനിവിടെ 2 എക്സാമ്പിളായിട്ട് പറയുകയാണ്. എക്സും വൈയും 2 ഓപ്പറേറ്റർ ആണെങ്കിൽ നമുക്കെന്ത് പറയാം, എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു വൈ ഡോട്ട് എക്സ് എന്ന് പറയാം. അതുപോലെ ഡോട്ടായി പ്ലസ് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു വൈ പ്ലസ് എക്സ് എന്ന് പറയാം. ഫോർ ഓൾ എക്സ് കോമ വൈ ബിലോങ്സ് ടു എക്സ്. ഇത്ര പറഞ്ഞ പറയണം, ഈ വരുന്ന വാല്യൂവിലെ എക്സും വൈയും എന്തിനും എലമെൻ്റാണ് എന്ന് പറയണം. എക്സ് നമുക്ക് ഫസ്റ്റ് സെറ്റിൻ്റെ പേര് എക്സ് ആണ്. ആ എക്സിലെ എലമെൻ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ആവുള്ളൂ. അതും കൂടി മെൻഷൻ ചെയ്യണം. അപ്പോൾ പറയേണ്ടത് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു വൈ ഡോട്ട് എക്സും എസ് പ്ലസ് വൈ ഈക്വൽ ടു വൈ പ്ലസ് എക്സും ആയിരിക്കും. ഫോർ ഓൾ എക്സ് കോമ വൈ ബിലോങ്സ് ടു എക്സ് ആയിരിക്കും. എന്നാണ് ഫസ്റ്റത്തെ പ്രോപ്പർട്ടി പറയുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ഒന്ന് ജസ്റ്റ് പറയാം. ഡോട്ടും പ്ലസും കൂടി ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഒരേ ഇതിൽ തന്നെ 2 ഓപ്പറേറ്ററും വരലാണ്. അതായത് എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഇങ്ങനെ, പിന്നെ അതുപോലെ ഇങ്ങനെ. അതായത് എക്സ്
ഡോട്ട് വൈ പ്ലസ് എക്സ് ഡോട്ട് സെറ്റ് ഇങ്ങനെ ആയിരിക്കും. അതേപോലെ തിരിച്ച് നമുക്ക് പറയാം എക്സ് പ്ലസ് വൈ ഡോട്ട് സെറ്റ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഡോട്ട് എക്സ് പ്ലസ് സെറ്റ്. അങ്ങനെയും പറയാം. ഇവിടെ എഴുതുമ്പോൾ ഫോർ ഓൾ എക്സ് കോമ വൈ ആൻഡ് സെറ്റ് ബിലോങ്സ് ടു എക്സ് എന്ന് എഴുതണം. ഇതാണ് ഡിസ്ട്രിബ്യൂട്ട്. ഇനി മൂന്നാമത് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവും ഡിസ്ട്രിബ്യൂട്ടും കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി എലമെൻ്റാണ്. അതായത് രണ്ടിനും പ്ലസ് ആയാലും ഡോട്ട് ആയാലും അതിന് ഒരു ബൈനറി ഓപ്പറേറ്റർ ഉണ്ട്. അത് ഒന്നിൽ 0യും ഒന്നിൽ 1ഉമാണ്. പ്ലസിൻ്റെ കേസിൽ 0യും മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ 1ഉമാണ്. അതാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ നോക്കൂ, നമുക്കറിയാം ഒരു എക്സ് എന്നുള്ള വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 1 എക്സ്. അതേസമയം ഇൻറ്റുവിൻ്റെ കേസിൽ എസ് പ്ലസ് 0 എക്സ്. അതേസമയം ഇൻറ്റുവിൻ്റെ കേസിൽ എസ് അങ്ങോട്ട് പറയാം. പ്ലസിൻ്റെ കേസിൽ എക്സ് പ്ലസ് 0 എക്സ് പറഞ്ഞ മാറിപ്പോയതാണ്. അതേസമയം ഇൻറ്റുവിൻ്റെ കേസിൽ എസ് ഇൻറ്റു 1 എക്സ്. അതാണ് വ്യത്യാസം. അതായത് പ്ലസ് എന്നുള്ള ഓപ്പറേഷൻ്റെ കേസിൽ 0 ഐഡൻറ്റിറ്റി എലമെൻറ്റും ഡോട്ട് എന്നുള്ള കേസിൽ 1 ഐഡൻറ്റിറ്റി എലമെൻറ്റുമാണ്. അതാണ് പറയുന്നത്. ഈ 3 പ്രോപ്പർട്ടീസാണ് ബൈനറി ഓപ്പറേറ്റർ പറഞ്ഞിട്ടുള്ളത്. അതായത് പ്ലസ്സും ഡോട്ട് എന്നുള്ള ബൈനറി ഓപ്പറേറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ഐഡൻറ്റിറ്റി എലമെൻ്റാണ്. ഇനി നാലാമതൊരു പ്രോപ്പർട്ടി പറഞ്ഞത് കോംപ്ലിമെൻറ്റിൻ്റെ കേസിലാണ്. അതാണ് നാലാമത്തെ പ്രോപ്പർട്ടി, കോംപ്ലിമെൻറ്റ് ലോ. കോംപ്ലിമെൻറ്റ് ലോ എന്ന് പറയുന്നത് നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് പോലെ തന്നെയുള്ളൊരു ഫോമാണ് പറയുന്നത്. അതായത് ഒരു ഓപ്പറേറ്ററിനോട് കൂടി അതിൻ്റെ കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ഫോർ ഓൾ എക്സ് കോമ ബിലോങ്സ് ടു എക്സ്, അതായത് എക്സ് ബിലോങ്സ് ടു എക്സ്, എക്സ് എന്നുള്ളത് ക്യാപിറ്റൽ എക്സ് സെറ്റാണ്, അതിലുള്ളൊരു എലമെൻ്റ് ആണ് എങ്കിൽ എന്താണ് പറയുന്നത് വെച്ചാൽ എന്ത് ചെയ്യണം, എക്സ് ഡാഷും എന്തിൻ്റെ എലമെൻ്റ് ആയിരിക്കണം, എക്സിലെ എലമെൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സച്ച് ദാറ്റ് പ്ലസിൻ്റെ കേസിൽ എക്സ് പ്ലസ് എക്സ് ഡാഷ് എന്ന് പറഞ്ഞത് പ്ലസിൻ്റെ കേസിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് നമുക്കറിയാം ആണ് 1 ഐഡൻറ്റിറ്റി എലമെൻറ്റ്. നമുക്കറിയാം കഴിഞ്ഞതിൽ നമ്മൾ 1 ആണ് കൊടുത്തത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ കേസിൽ കോംപ്ലിമെൻ്റ് കേസിൽ വരുമ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1ഉം അതേസമയം അല്ലാത്ത സമയത്ത് പ്ലസിൻ്റെ കേസിൽ 0 ആഡ് ചെയ്യുക. അപ്പോൾ എക്സ് പ്ലസ് എസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1ഉം അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ എക്സ് ഇൻറ്റു എക്സ് ഡാഷ് എന്ന് പറയുന്നത് 0യും ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് ഡാഷ് ആണ് കോംപ്ലിമെൻറ്റ്, എക്സിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എക്സ് ഡാഷ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി വെക്കണം. സിമ്പിളാണ്, പക്ഷെ ചിലപ്പം കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് ബൂളിയൻ ആൾജിബ്ര, ബൂളിയൻ ആൾജിബ്രയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്ന് 4 പ്രോപ്പർട്ടീസും. ബൂളിയൻ ആൾജിബ്രയുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഈ ക്വാർട്ടബിൾസിൻ്റെ പ്രോപ്പർട്ടീസാണ് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. മനസ്സിലാക്കിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.